റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. ഇസ്രവേலை தாக்க വരും. ഇന്ന് രാത്രി ഇன்றைக்கு ராத்திரியில ബൈബിളിൽ അതുണ്ടോ? വേദത്തിൽ അത് ചൊല്ലപ്പെട്ടിരിക്കുന്നത്. വാക്യം കൂടെ എഹെസ്കേൽ 39:1-2. എസേക്കിയേൽ 39:1-2 വായിച്ചാട്ട് മോളെ എഹെസ്കേൽ പ്രവചനം. എസേക്കിയേൽ ദീർഘദർശന പുസ്തകം 39வது அதிகாரம் அதனுடைய 1-2 வசனங்களை வாசிக்கலாம். വായിച്ചാട്ട് മക്കളെ. இப்போதும் மனுபுத்திரனே, ഇപ്പോൾ മനുഷ്യപുത്ര നീ ഗോഗിനെ കുറിച്ച് റഷ്യയെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. അടുത്തത് கர்த்தராகிய ஆண்டவர் உரைக்கிறார். എല്ലാവരും ഈ വാക്യം എടുത്തോടെ. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള പ്രവചന അടുത്ത കർത്താവ് അനുവദിച്ച മറ്റൊരു കൺവെൻഷൻ പ്രസംഗിക്കും. இனி கர்த்தர் அனுமதித்தால் அவன் ரஷ்யா இஸ்ரவேலை தாக்க போகிற செய்தியை அடுத்த இன்னொரு கூட்டத்துல பிரசங்கம் பண்ணலாம். ഇന്ന് രാത്രി വിളിച്ചു പറ. இன்னைக்கு நீங்க இதே விசுவாசத்தோட சொல்லுங்க. ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. വായിച്ചാട്ട് മോളെ. அவன் இங்கே எந்த தீர்க்கதரிசனம் கோகு என்று சொல்லக்கூடிய ரஷ்ய தேசத்தை குறித்து சொல்லப்பட்டிருக்கிறது. വായിച്ചാട്ടെ. மேசேக் தூபால் ஜாதிகளின் அதிபதியாகிய கோகே, മോസ്കോ, ട്രൂബൽ, പിന്നെ റഷ്യ, മോസ്കോ, ട്രൂബൽ, ടുബാസ്കോ എന്നിവയുടെ അധിപതിയായ പ്രഭുവെ. അടുത്ത വാക്യം വായിച്ചാട്ട്. இதோ நான் உனக்கு விரோதமாக வருகிறேன். റഷ്യയ്ക്ക് സ്വർഗം വിരോധമായിരിക്കുന്നു. അടുത്ത വാക്ക്. நான் உன்னை திருப்பி ഞാൻ നിന്നെ വെട്ടി உன்னை 6 துறடுகளால் இழுத்து ആറായിട്ട് വെട്ടിമുറിച്ച് உன்னை വടപുറങ്ങളിലിருந்து எழும்பவும் നിന്നെ വടക്ക് നിന്ന് സിറിയ വഴി പുറപ്പെടുവിച്ച്. അടുത്ത കാര്യം. இஸ்ரவேல் மலைகளில் வரவும் பண்ணி ഇസ്രയേൽ പർവ്വത നിരകളിൽ വരുത്തും. കരമുയർത്തിയാട്ട്. റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വരും. ഇതിന്റെ പേരാ റഷ്യ ഇസ്രയേൽ വാർ. ரஷ்யாவுடைய தலைமையில் ஒரு சேனை இஸ்லாமிய நாடுகளோடு சேர்ந்து அவன் இஸ்ரவேலுடைய மலை பக்கத்துல வரும். എന്റെ അരുമயான ദൈവ കുഞ്ഞുങ്ങളെ, எனக்கு அருமையான தேவ பிள்ளையே, ക്ലിയർ ആയില്ലേ? இப்போது தெளிவா இருக்கிறதா? കോവിഡിൽ അത് സംഭവിച്ചില്ലേ? இது இந்த இதுவரைக்கும் உள்ள தீர்க்க தரிசனங்கள் கோவிட் நாட்கள்ல நடந்தது. அமெரிக்கா, பிரிட்டன் தேசம், ஆஸ்திரேலியா, இந்தியா, ஜப்பான் ഈ രാജ്യങ്ങളെല്ലാം ചൈനക്കെതിരാ. இந்த നാടുകൾ எல்லாம் சைனாவுக்கு எதிரா இருக்கிறது. അപ്പോൾ താലിബാൻ വന്നപ്പോൾ, அப்ப താലിബാൻ വന്നപ്പോൾ പാകിസ്ഥാൻ, പിന്നെ അഫ്ഗാനിസ്ഥാൻ, അത് കഴിഞ്ഞിട്ട് റഷ്യ, ചൈന, ഇറാൻ, ഇറാഖ്, തുർക്കി, லெபனான், സിറിയ ഇവരെല്ലാം ഒരുമിക്കുന്നു. ഇവരെല്ലാം சேருகிறார்கள். ഇതെല്ലാം റഷ്യയുടെ നേതൃത്വത്തിൽ, ഇതെല്ലാം റഷ്യയുടെ തലമയിൽ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം വരും. ഇസ്രായേലിന് എതിരായ ഒരു യുദ്ധം വരും. അന്ന് എല്ലാവരും കഠിനമായി മുറിവേൽക്കപ്പെടും. അன்றைக்கு ഇവരെല്ലാം ഭയങ്കരമായി சிதைக்கப்படுவார்கள். അതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. அதற்காக ஆயத்தமாக இருக்கிறதான் சைனாவுடைய சில்க் நெடுஞ்சாலை. രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവൻ കൃപை பெற்ற தேவ பிள்ளைகள் சொல்ல வேண்டும், അന്തിമ യുദ്ധം ഇവിടെ തുടങ്ങാറായി. கடைசி யுத்தம் இங்க ஆரம்பிக்க போகிறது. ആ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് அந்த யுத்தம் இங்க ஆரம்பிக்கிறதுக்கு முன்னாடி മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങും. വേറൊരു ശബ്ദം മധ്യവാനിൽ മുഴങ്ങും. കർത്താവ് തൻ ഗംഭീരനാദം, കർത്താവ് താമേ ആരവാരത്തോടും, പ്രധാന ദൂതന്റെ ശബ്ദം, പ്രധാന ദൂതനുടെ ശബ്ദത്തോടും, ദൈവത്തിന്റെ കാഹളം, ദേവയക്കാലത്തോടും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. വാനത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരപ്പെടാറാം. பின்பு உயிரோடு இருக்கிற நாம் மறுரூபமாக்கப்படுவோம். ആമോസിന്റെ പ്രവചനം 4:11-12. ആമോസ് ദീർഘദർശന പുസ്തകം 4ാം അധ്യായം 11-12. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് இந்த பிரகாரமாய் நான் உனக்கு செய்ய போகிறபடியால் നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. நீ உன் தேவனை சந்திக்க ஆயத்தப்படு. ഗിലെയാദ് സഭയെ, ഒലിവുമല ഒരുങ്ങി കഴിഞ്ഞു. ഒലിവുമല ആയത്തമായി ഇരിക്കുന്നു. രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കുന്നു. രാജ്യത്തിന്റെ സുവിശേഷം ഉലകത്തിൽ പ്രസംഗിക്കപ്പെടുന്നു. കാറ്റുകൾ അടിക്കപ്പെടുന്നു. കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. പെരുമഴ പെയ്തിറങ്ങുന്നു. വലിയ മഴകൾ പെയ്യുന്നത്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ, നോവാവിൻ കാലത്തിൽ നടന്നതുപോലെ മനുഷ്യകുമാരൻ വരും നാட்களில் നടക്കും. ഈ കോവിഡ് കാലത്ത്, இந்த கோவிட் நாட்களில் ഇസ്ലാമിക സഹോദരങ്ങൾ, ഇസ്ലാമിക സഹോദരങ്ങൾ, അമേരിക്ക മുതൽ ഇന്ത്യ വരെ, അമേരിക്കയിലിருந்து ഇന്ത്യ വരേക്കും ഇസ്രായേലിനെ അടിക്കണമെന്ന് പറയുമ്പോൾ, ഇസ്രായേലെ താക്ക വേണ്ടുമെന്ന് താമസമിന கொஞ்சம் தாமதியாமல் ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം വരാറായി. ഇസ്രായേലിന് എതിരായി ഒരു യുദ്ധം വരപ്പോകുന്നു. അതിനു മുമ്പ് യേശുവിന്റെ ചങ്കിലെ ചോരയാൽ, அதற்கு முன்னால இயேசு தன்னுடைய சொந்த இரத்தத்தால் വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, மீட்டுக்கொண்ட தேவ பிள்ளைகள் മരണം കാണാതെ എടുക്കപ്പെടാറായി. മരണത്തെ രുചി பார்க்காதபடி എടുത്തുകൊള്ളപ്പെടുവാர்கள். அந்த നാളിൽ ജെറുസലേമിന്, യെരുശലേമേ, സകല ജാതികൾക്കും, എല്ലാ ജാതികൾക്കും ഭാരമുള്ള കല്ലാക്ക്, ഭാരமான
കല്ലാക്കുവേ. പരിഭ്രമ പാത്രമാക്കും. അത് തത്തളിപ്പ പാത്രമാകും. ജാതികൾ വിരോധമായി കൂടി വരും. ജാതികൾ അതற்கு വിരോധമായി കൂട്ടം ഒരു കൂടുവാர்கள். മുറിവ് തുടങ്ങാൻ കാലമായി. ഒരു சிதைக்கப்படுதல் ஆரம்பிக்க காலம். എന്നാൽ അതിനു മുമ്പ് സഭയ മണവാട്ടി എടുക്കപ്പെടാറായി. அதற்கு முன்னால சபையாகிய மணவாட்டி எடுத்துக்கொள்ளப்படும். കരമടിച്ച് കർത്തർക്ക് മഹിമായി. எல்லா தேவ பிள்ளைகள் கரங்களை தட்டி ஆண்டவருக்கு மகிமை. യേശു വരാറായി. യേശു வரப்போகிறார். നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. நீ உன் தேவனை சந்திக்க ஆயத்தப்படு. ഇന്ന് രാത്രി ചരിത്രം ബൈബിൾ സയൻസ്. ஆமென். சரித்திரம் வேதத்தின் ஆதாரத்தோடு. ഒന്നാം ലോക മഹായുദ്ധം. முதலாவது உலக மகாயுத்தம். എന്താ പറഞ്ഞത്? அது என்ன சொன்னேன்? ഒരു സംഘടന വന്നു, സർവരാഷ്ട്ര സംഘടന, ലീഗ് ഓഫ് നേഷൻസ്. லீக் ஆஃப் நேஷன்ஸ் அந்த நாள்ல உருவாக்கப்பட்டது. രണ്ടാം ലോക മഹായുദ്ധം. இரண்டாவது உலக மகாயுத்தத்தில் ഒരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. ஐக்கிய நாடுகள் உருவாக்கப்பட்டது. റഷ്യ ഇസ്രായേൽ വാർ കഴിയുമ്പോൾ ரஷ்யா இஸ்ரவேலுக்கான யுத்தம் முடியும் போது ഒരുവരും വരും. ஆமென், வேறொன்று வரும். അവന്റെ പേര് ആന്റി ക്രൈസ്റ്റ്. அவனுடைய பேர் தான் அந்தி கிறிஸ்து. അപ്പോൾ 10 കൊമ്പ്, அப்போது 10 கொம்பு, 7 തല, 7 തலை, കൊമ്പുകളിൽ 10 രാജമുടി, கொம்புகளில் 10 ராஜமுடிகள், ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം, தூஷண நாமங்களால் நிறைந்த ஒரு மிருகம் സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. சமுத்திரத்திலிருந்து ஏறி வருகிறதை நான் கண்டேன். അത് പുള്ളിപ്പുലിക്ക് സദൃശം. அது பார்க்க சிறுத்தையை போலவும், കരടിയുടെ കാൽ, கரடியுடைய கால்களை போல கால், സിംഹമുഖം, அதனுடைய முகம் சிங்க முகத்தோடு, മഹാസർപ്പ, ஆமென், அது மகா பழைய சர்ப்பம், ശക്തി അധികാര സിംഹാസനം. அதனுடைய அதிகாரத்தை இதற்கு கொடுத்தது. അവൻ ഇവിടെ വരുന്നതിന് മുമ്പ് அவன் இங்கே வெளிப்படுவதற்கு முன்னால் യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, இயேசுவின் இரத்தத்தால் மீட்டுக் கொள்ளப்பட்ட ശവപ്പെട്ടിക്കകത്ത് കയറാതെ, தேவ பிள்ளைகள் மரணத்தை ருசி பாராதபடி, മരണപ്പാട്ടില്ലാതെ, மரணப்பாட்டு இல்லாதபடி, കൊയറില്ലാതെ, கொயர் இல்லாதபடி, ഏലിയാവ് പോയതുപോലെ നാം പോകാറാണ്. எலியா எடுத்துக்கொள்ளப்பட்டது போல நாமும் எடுத்துக்கொள்ளப்பட போகிறோம். ആർക്കും സന്തോഷമില്ല. ചത്തിട്ട് പോകണമെന്നാണോ സന്തോഷം? இதை கேட்க எத்தனை பேருக்கு சந்தோஷம் இல்லையா? மரித்து போக தான் விரும்புகிறீங்களோ? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ஏனோக்கு கர்த்தரோடு கூட சஞ்சரித்தான். അവനെ പിന്നെ കണ്ടില്ല. பின்பு அவன் காணப்படாமல் போனான். രാത്രി நாளைக்கு ராத்திரியில സഹിഷ്ണുതയുടെ பொறுமையுடைய വചനം നീ കാത്തത് കൊണ്ട് வசனத்தை நீ காத்து கொண்டிருந்தபடி ഭൂതലത്തിലെങ്ങും பூமியில எங்கும் വരുവാനിരിക്കുന്ന வரப்போகிற പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. சோதனை காலத்துல நானும் உன்னை காப்பேன். നാളെ രാത്രി நாளைக்கு அந்த வசனத்துல ഒമിക്രോൺ ஓமைக்ரான் കയ്യിൽ വരുന്ന RTPC കോഡ് മാറാറായി. RTPC எல்லாம் மாறி கையில வரப்போகிற கோடு, കയ്യിൽക്കകത്ത് ഒരു ചിപ്പ് വച്ചാൽ, கையில ஒரு சிப்பு வைத்தால், വാക്സിൻ അല്ല, வாக்சின் அல்ல, QR കോഡ് വേണ്ട, QR கோடு இல்லாதபடி, കോവിഡിന്റെ അന്ത്യത്തിൽ വരാൻ പോകുന്ന മൈക്രോസോഫ്റ്റ് ബിൽ ഗേറ്റ്സ് ആവിഷ്കരിക്കുന്ന മുദ്ര, இந்த கோவிட் இறுதியில மைக்ரோசாஃப்ட் கம்பெனி பில் கேட்ஸ் மூலமாய் வெளிப்படுத்தப்பட போகிற அந்த முத்திரை, നാളെ രാത്രി വെളിപ്പാട് പുസ്തകം, நாளைக்கு ராத்திரி வெளிப்படுத்தல் புஸ்தகம் பிரசங்கிக்கப்படும். കൃപ പ്രാപിച്ച ദൈവമക്കളെ, இன்னைக்கு கிருபை பெற்ற தேவ பிள்ளைகள், ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. எந்த மனுஷனும் எப்படி நின்றாலும் ஒரு மூச்சில போய் விடுவான். കൊട്ടാരമായാലും മരണം കടന്നു വരും, அரண்மனைக்குள்ளேயும் மரணம் கடந்து வரும், കോട്ടയ്ക്കകത്തും വരും, குடிலுக்குள்ளேயும் வரும். എന്നാൽ ഇന്ന് രാത്രി ஆனால் இன்னைக்கு ராத்திரியில മരണം നിന്നെ പിടിക്കുന്നതിന് മുമ്പ്, மரணம் உன்னை சந்திப்பதற்கு முன்னால், കർത്താവായ യേശുവിനെ ആരെങ്കിലും രക്ഷിതാവായി സ്വീകരിക്കാനുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാൽവറിയിലേക്ക് മടങ്ങി വാ. கர்த்தராய் இயேசுவை யாராவது இரட்சகராக ஏற்றுக்கொள்ளவில்லை என்று சொன்னால் இன்னைக்கு கல்வாரிக்கு நேராய் திரும்பி வாருங்கள். ആത്മാവ് സഭകളോട് പറയുന്നത്, ஆவியானவர் சபைகளுக்கு சொல்லுகிறதை ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. இன்னைக்கு காதுள்ளவன் கேட்க கடவன். ഇവിടെ എന്റെ പ്രസംഗം എനിക്ക് അവസാനിപ്പിക്കാം. ஆமென். இங்கே இந்த பிரசங்கத்தை முடிக்கலாம். ഞാൻ എന്തുകൊണ്ട് ഇത്രയും വിജ്ഞാനമായിട്ട് വാക്യം കൊടുക്കുന്നത് നിങ്ങൾ പ്രസംഗിക്കണം. நான் எதற்காக இதெல்லாம் தெளிவாய் சொல்லுகிறேன் என்று சொன்னால் நீங்களும் இதை மற்றவர்களுக்கு பிரசங்கிக்க வேண்டும். കടസി കാലത്തെ പ്രസംഗിക്കാൻ ആരുമേ ഇല്ല പാസ്റ്റർ. இந்த நாட்கள்ல கடைசி காலத்தை குறித்து பிரசங்கிக்க யாரும் இல்ல. ആരും തൊടാതെ, தீர்க்க தரிசனங்களை யாரும் சொல்லாதபடி കൈവിടപ്പെട്ടു പോകരുത്. ஆமென். இருக்கும்போது நீங்கள் யாரும் கைவிடப்படக்கூடாது. പ്രസംഗം നിങ്ങൾ കേൾക്കുന്നുണ്ട്. எத்தனை பிரசங்கங்களை கேட்கிறீர்கள்? മടങ്ങി വാ. திரும்பி வாங்க. യേശു നിന്നെ വിളിക്കുന്നു. இயேசு உன்னை அழைக்கிறார். സ്രായംകുടി പട്ടണത്തിൽ, ஸ்ராயங்குடி தேசத்திலே, വീട്ടിനകത്തോ வீட்டிற்குள்ளேயோ റോഡിനകത്തോ ரோடிலேயோ ആരെങ്കിലും പ്രസംഗം കേൾക്കുന്നെങ്കിൽ யாராவது இந்த செய்தியை கேட்பீர்கள் என்றால் ഇന്ന് ഗ്രൗണ്ടിനകത്ത് വരണ്ട. இந்த மைதானத்துக்குள்ள வர வேண்டாம். നെഞ്ചത്ത് കൈവച്ച് പറ, நீ இருக்கிற இடங்கள்ல உன்னுடைய நெஞ்சில கை வைத்து சொல்லு, യേശു എന്റെ ഏക ദൈവം, இயேசுவே என்னுடைய ஒரே தெய்வம், എന്റെ യേശു എന്റെ ഏക രക്ഷിതാവ്, இயேசுவே என்னுடைய ஒரே இரட்சகர், യേശു എന്റെ ഏക കർത്താവ്, இயேசுவே என்னுடைய ஒரே நாதர். നിന്റെ പേര്
ജീവന്റെ പുസ്തകത്തിൽ യേശു ചേർക്കാൻ அப்படி நீ പോകുന്നു. இயேசுவை ஏற்றுக்கொண்டு அறிக்கையிடும்போது உன்னுடைய பெயர் ஜீவ புத்தகத்தில் எழுதப்படும். ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറാണ്. ஜீவ புத்தகத்தில் பெயர் உள்ளவனை சேர்த்துக்கொள்ள இயேசு வர போகிறார். 2 മിനിറ്റ് ഞാൻ നിർത്താൻ 2 പോകുന്നു. நிமிஷத்துல நிறுத்த போகிறேன். അമേരിക്കയിലെ പ്രസിഡന്റ്, அமெரிக்காவின் ஜனாதிபதி ഒരു നല്ല പ്രസിഡന്റ് ആയിരുന്നു. ஒரு நல்ல ஜனாதிபதியா இருந்தார். ആൻഡ്രൂ ജാക്സൺ ஆண்ட்ரூ ஜாக்சன் என்று சொல்லக்கூடியவர். അവിടെ ഒരു ചെറുപ്പക്കാരൻ அங்கே ஒரு வாலிபன் ജോർജ് വിൽസൺ ஜார்ஜ் வில்சன் 2 പേരെ കൊന്നു. 2 பேரை கொலை செய்தான். ആ കൊന്ന സമയത്ത് அவன் கொலை செய்த நேரத்தில் അവന് കോടതി കൊടുത്തത് തൂക്കിക്കൊല്ലുന്ന ശിക്ഷ. அவனை நீதிமன்றம் அவன் தூக்கிலிட வேண்டும் என்கிற தண்டனை கொடுத்தது. 30 വയസ്സേ ഉള്ളവന്. அவனுக்கு வயதோ வெறும் 30 தான். അപ്പോൾ അവന്റെ അപ്പനും അമ്മയും കോടതിയെ സമീപിച്ചു. அப்போது அவனுடைய தாயும் தகப்பனும் அவன் நீதிமன்றத்தை சமீபித்தார்கள். ശിക്ഷ ഇളവാക്കണം, அவனுடைய தண்டனையை விலக்க வேண்டும். കോടതി വിട്ടു. நீதிமன்றம் சொன்னது തരത്തില്ല, முடியாது. അവർ പ്രസിഡന്റിനെ കാണാൻ പോയി. வேண்டுமென்றால் ஜனாதிபதியை போய் சந்தியுங்கள். അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. ஜனாதிபதியிடத்தில் சொன்னபோது ഞങ്ങളുടെ മോന് 30 വയസ്സേ ഉള്ളൂ, என்னுடைய மகனுக்கு 30 வயது தான் ஆகிறது. 2 പേരെ കൊന്നു, அவன் 2 பேரை கொண்டு ഒരു விட்டான். മാപ്പ് തരണം. அவனுக்கு ஒரு மன்னிப்பு தர வேண்டும். ആൻഡ്രൂ ജാക്സൺ എഴുതി അവനെ വെറുതെ വിട്ടേക്കാൻ. ஆண்ட்ரூ ஜாக்சன் அவனுக்கு இந்த தூக்கு தண்டனையிலிருந்து விலக்கு கொடுக்க திட்டம் போட்டார். 2 കാര്യം ചെയ്യണം. 2 காரியம் செய்ய வேண்டும். വാഷിംഗ്ടണിൽ ജയിലിൽ പോയി സൂപ്രണ്ടിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കണം. ஆமென். நீங்கள் இந்த லெட்டரை கொண்டு போய் ஜெயில் சூப்பரண்ட் இடத்துல சைன் வாங்க வேண்டும். തീർന്നില്ല, அதோட முடியவில்லை. അവന്റെ ജോർജ് വിൽസനെ കൊണ്ട് ഈ പത്രത്തിൽ ഒപ്പിടിപ്പിക്കണം. அந்த குற்றவாளியா இருக்கிற ஜார்ஜ் வில்சனை கொண்டும் இதுல சைன் போட வைக்க வேண்டும். അപ്പനും അമ്മയും പേപ്പർ ഒപ്പിട്ട് കിട്ടി സന്തോഷത്തോടെ ജയിലിലേക്ക് ഓടി. தாய் தகப்பன் இந்த சட்டம் ஜனாதிபதி கொடுத்த லெட்டரை கொண்டு சந்தோஷமாய் போனார்கள். സൂപ്രണ്ടിനോട് പറഞ്ഞു, കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ஜெயில் சூப்பரண்டத்துல சொன்னார்கள், கர்த்தர் எங்களுடைய ஜெபத்தை கேட்டு இருக்கிறார். സൂപ്രണ്ട് പറഞ്ഞു, ഞാൻ ഒപ്പിട്ട് തരാം. ആ ജോർജ് വിൽസനെ കൊണ്ട് ഒപ്പിട്ടിച്ച് പ്രസിഡന്റിന്റെ കോർട്ടിൽ കൊണ്ടുകൊടുക്കുമ്പോൾ റിലീസ് ലെറ്റർ തരുമ്പോൾ ഞങ്ങൾ ജയിൽ തുറന്നു വിടും. அப்போது ஜெயில் சூப்பரண்ட் சொன்னார், நான் சைன் போடுகிறேன். இனி அவன் குற்றவாளி இடத்துல சைனை வாங்கி திரும்ப ஜனாதிபதியுடைய கோர்ட்ல கொண்டு கொடுக்கும் போது ஆர்டர் கிடைக்கும், அவனை விடுதலை ஆக்கலாம். ഓടി ചെന്നു. அவன் ഓടി போனார்கள். ജയിലിന്റെ സെല്ലിനകത്ത് മകൻ കിടക്കുന്നു. அந்த ஜெயில் அறைக்குள்ள மகன் இருக்கிறான். ആ മകനോട് പറഞ്ഞു, മോനെ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. அந்த மகனிடத்துல சொன்னார்கள், மகனே நம்முடைய ஜெபத்தை கர்த்தர் கேட்டார். നിനക്ക് റിലീസ് തരാൻ പോകുന്നു. உனக்கு நாங்க விடுதலை வர போகிறது. അവൻ ഇത് വായിച്ചു. அவன் இதை வாசித்தான். അവൻ എന്തോ ചെയ്തെന്നറിയാം. அவன் என்ன செய்தான் தெரியுமா? ആ ലെറ്റർ ജയിലിനകത്ത് വലിച്ചു കീറി കളഞ്ഞു. அந்த லெட்டரை கோபத்துல கிழித்து போட்டான். സൂപ്രണ്ട് ഓടി വന്നു. சூப்பரண்ட் ஓடி അയ്യോ வந்தான். നഷ്ടപ്പെട്ടു പോയി. ஐயோ நஷ்டமாய் போய்விட்டதே. അങ്ങനെയെങ്കിൽ அப்படியானால் അവര് പിന്നെ കാര്യമില്ല. திரும்ப எந்த பிரயோஜனமும் இல்ல. അവർ ഒരു പ്രാവശ്യം കൂടെ ஒரு முறை கூட എന്താ ചെയ്തത്? என்ன செய்தாங்க? കോടതിക്കകത്ത് പോയി நீதிமன்றத்துல போனார்கள். ജഡ്ജിയുടെ മുമ്പിൽ വന്നു. அவன் நீதிபதிக்கு முன்னால வந்தார்கள். ജഡ്ജിയോട് പറഞ്ഞു, நீதிபதி சொன்னான், അവൻ ആ പേപ്പർ വലിച്ചു കീറി. அவன் அதை கிழித்து விட்டான். ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്. நீதிபதி சொன்ன ഞാൻ காரியமுண்டு. അവനെ തൂക്കാൻ വിട്ടപ്പോൾ, நான் அவனை தூக்கிலிட விட்ட போது, അവന് പ്രസിഡന്റ് അവനൊരു ഒഴിവ് കൊടുത്തപ്പോൾ, ஜனாதிபதி அவனுக்கு ஒரு விடுதலை கொடுத்த போது, അവൻ മുട്ടുമടക്കി മടങ്ങി വരേണ്ടതാ. அவன் முழங்கால் படியிட்டு திரும்பி வர வேண்டியது. അവൻ മരണശിക്ഷയ്ക്ക് യോഗ്യനാ. அவன் தெளிவாய் தெரிகிறது மரண தண்டனைக்கு பாத்திரவான். രാത്രി ശ്രായംകുടിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, கவனிக்கிற சாயங்குழி தேசத்துல தேவ பிள்ளையே, കാൽവറിയിൽ കൂടിയുള്ള നിത്യരക്ഷ നീ അലക്ഷ്യമാക്കരുത്. കരമുയർത്തിയാട്ടെ. கல்வாரி சிலுவையில ஏற்படுத்தப்பட்டிருக்கிற நித்திய ரட்சிப்பை நீ அலட்சியம் பண்ண கூடாது. നീ ആ നിത്യരക്ഷയെ വലിച്ചു കീറരുത്. நீ அந்த நித்திய ரட்சிப்பை கிழித்து விட கூடாது. ന്യായവിധിക്ക് പാത്രമാകുക. நியாய தீர்ப்புக்கு தகுதியாய் மாறி விட അല്ല, கூடாது. ആ പ്രസിഡന്റ് കൊടുത്ത ലെറ്ററിൽ ഒപ്പിട്ട് അവൻ മടങ്ങി വന്നെങ്കിൽ അവനൊരു നല്ല ജീവിതം കിട്ടിയനെ. அந்த ஜனாதிபதி கொடுத்த கடிதத்தில் அவன் சைன் போட்டிருந்தால் அவனுக்கு நல்ல ஒரு வாழ்க்கை கிடைத்திருக்கும். ഇന്ന് രാത്രി അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. இன்னைக்கு இது வாசலண்டையில் நின்று தட்டுகிறான். യേശു വന്നിട്ടുണ്ട്. இயேசு கடந்து வந்திருக்கிறார். ഹൃദയത്തിന്റെ വാതിൽ ഇന്ന് രാത്രി ആര് തുറക്കും? யார் இன்னைக்கு இதயத்தின் வாசலை திறந்து கொடுக்க അപ്പച്ച, முடியும்? ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊട്. தாயே தகப்பனே உடைய வாசலை திறந்து கொடு. പഠിക്കുന്ന മോനെ മോളെ ഇന്ന് രാത്രി വാതിൽ തുറന്നു കൊട്. படிக்கிற பிள்ளைகளே உடைய வாசலை திறந்து கொடுங்கள். നീ അനുഗ്രഹിക്കപ്പെട്. நீ ஆசீர்வதிக்கப்படுவாய். നീ ദേശത്തിൽ തലയായി ഉയര്. நீ தேசத்துல தலையாய் உயர்த்தப்படுவாய். വാലായിട്ടല്ല, നിന്നെ തലയായിട്ട് ഉയർത്താൻ ദൈവത്തിന് കഴിയും. கர்த்தர் உன்னை வாளாக்காமல் தலையாக்க முடியும். ചിതറിപ്പോയ ഇസ്രായേലിനെ ഉയർത്തിയതുപോലെ, சிதறடிக்கப்பட்ட இஸ்ரவேலை உயர்த்தி கனமணினது போல, അതിന്റെ നടുവിൽ നിന്നെ ഉയർത്തും. ஆமென். அதற்கு மத்தியில உன்னையும் உயர்த்துவார். അരമണിക്കൂറിനകം அரை மணிக்கூருக்குள்ள ഇസ്രായേലിനെ തീർക്കാൻ இஸ்ரவேலை முடிக்கும்படி ഇറാൻ സന്നദ്ധം. ஈரான் சங்கம், നാളെ വരുന്ന പത്രവാർത്ത, ஆமென், வரப்போகக்கூடிய செய்திகள் ഇന്ന് രാത്രി ഞാൻ പറയാൻ പോകുന്നു. இன்றைக்கே நான் சொல்லுகிறேன். ഇസ്രായേലിന്റെ ആണവ കേന്ദ്രത്തിനകത്ത്, ഇസ്രായേലിന്റെ ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ, ஈரானுடைய ராணுவ தளவாடங்களில் കാറ്റിറങ്ങി പച്ചക്കറി കൊണ്ടുവന്ന വണ്ടിക്കകത്ത് அந்த காய்கறி கொண்டு வருகிற வாகனத்துல ഇസ്രായേൽ എന്തോ ചെയ്തെന്നറിയാമോ? இஸ்ரவேல் என்ன செய்தது தெரியுமா? പെട്ടിക്കകത്ത് ബോംബ് വെച്ചു. பெட்டிக்குள்ள வெடிகுண்டு வைத்தது. ഇറാന്റെ ആണവ കേന്ദ്രം ഇന്നലെ രാത്രി കൊണ്ട് ഇസ്രായേൽ
തകർത്തു. நேற்றுக்கு ராத்திரி அவன் ஈரானுடைய ராணுவ மெயின் இடத்தை அது உடைத்திருக்கிறது. അടിക്കാൻ തുടങ്ങുമോ? அவன் இனி அப்ப யுத்தம் ஆரம்பிக்க வாய்ப்புண்டு. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ, ஆமென், ஒரு கர்ப்பவதிக்கு பிரசவ வேதனை வருகிறது போல നോവിന്റെ ആരംഭമാണ്. இதெல்லாம் வேதனைகளுக்கு ஆரம்பம். നീ ഒരുങ്ങിയിട്ടുണ്ടോ? நீ ஆயத்தமா இருக்கிறாயோ? ഇന്ത്യയും പാകിസ്ഥാനും இந்தியாவும் பாகிஸ்தானும் ഒരു യുദ്ധം തുടങ്ങും. ஒரு யுத்தம் ஆரம்பிக்கும். ആ സമയത്ത് വാഗാ അതിർത്തിയിൽ കൊടി താഴ്ത്തി കെട്ടും. அந்த நேரத்துல வாகா எல்லையில கொடி கீழே இறக்கி கட்டப்படும். അന്നേരം പാകിസ്ഥാനിലുള്ള ഇന്ത്യയുടെ കോൺസുലേറ്റിലുള്ളവരെ, அந்த நேரத்துல பாகிஸ்தான்ல உள்ள இந்தியன் கான்சுலேட்ல இருக்கிறவர்களை ഇങ്ങോട്ട് വിളിക്കും. இந்தியாவுக்கு உள்ள அழைப்பார்கள். ഡൽഹിയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റ് ഉള്ളവരെ, அவன் டெல்லியில பாகிஸ்தான் கான்சுலேட்ல இருக்கிறவர்களை നമ്മൾ പാകിസ്ഥാന് കൊടുക്കും. பாகிஸ்தானுக்கு திருப்பி அனுப்புவார்கள். അതുപോലെ ഇവിടെ നിന്ന് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് அதே போல இங்கிருந்து யுத்தம் ஆரம்பிக்கிறதுக்கு முன்னால் ഒഴിച്ചുമാറ്റൽ നടക്കും. ஒரு 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 ഒഴിച്ചുമാറ്റൽ இருக்கிறவர்களை காலி பண்ண வைப்பார்கள். അതിന്റെ പേരാ, அதனுடைய பெயர்தான் ഇവാക്വേഷൻ. ഇംഗ്ലീഷ് ഇവാക്വേഷൻ, ஆங்கிலத்துல இவாக்குவேஷன் என்று சொல்வார்கள். അതുപോലെ ഒരു ഒഴിച്ചുമാറ്റൽ ഇവിടെ നടക്കാൻ പോകുന്നു. அதே போல ஒரு காலி பண்ண வைக்கக்கூடிய ஒரு சம்பவம் நடக்க போகிறது. അതിന്റെ പേരാ, அதனுடைய பெயர் യാഗം കഴിച്ച്, ஆமென், பலியினாலே എന്നോട് നിയമം ചെയ്ത என்னோட உடன்படிக்கை എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ என்னுடைய பரிசுத்தவான்களை യേശു വരാറായി. என்னோட கூட்டுகள் என்று ഗിലെയാദ്, ഗിലെയാദ് സഭയെ പാറയുടെ പിളർപ്പിലും കന്മലയിൻ വെടിപ്പിലും കടുത്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, ശിഖരങ്ങളിലും തങ്കം പുറാവേ, നിന്റെ മുഖം ഞാൻ കണ്ടോട്ടെ, உன்னுடைய முகத்தை நான் യേശു பார்க்கட்டும் വരാറായി. என்று சொல்லி இயேசு வர போகிறார். രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? இன்னைக்கு இரவுல நீ ஆயத்தமா இருக்கிறாயோ? പൗലോസ് പറഞ്ഞതുപോലെ, பவுல் சொல்லுகிறது போல അവരുടെ ഭ്രംശം அவருடைய தள்ளப்படுதல் ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ உலகத்தின் ஒப்புரவாகுதலுக்கு അവരുടെ ஏதுவானதென்றால் അംഗീകാരം அவருடைய ஒப்புரவாகுதல் മരിച്ചവരുടെ ഉയർപ്പായി. മരിത്തവരുടെ ഉയർത്തെഴുന്നേൽക്ക് പാടുന്ന കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വന്നാട്ടെ. പാടുகிற தேவ பிள்ளைகள் முன்னால வரும்போது സക്കറിയാവ് എഴുതിയ 3 പ്രവചനം, சக்கரியா எழுதின 3 தீர்க்கதரிசனங்கள், പരിഭ്രമപാത്രം, ஆமென், 1 தத்தளிப்பின் பாத்திரம், ഭാരമുള്ള കല്ല്, பாரமான கல், ജാതികൾ എഴുന്നേറ്റു, ஜாதிகள் ഇനി எழும்பினது. സൈറൺ മുടങ്ങിയാൽ മതി. இனி ஒரே ஒரு எச்சரிப்பின் சத்தம் வந்தால் போதும். ആ സൈറൺ മുടങ്ങുന്നതിന് മുമ്പ് அந்த எச்சரிப்பின் சத்தம் வருகிறதுக்கு முன்னால் യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, இயேசுவின் இரத்தத்தால் மீட்டெடுக்கப்பட்டவர் മരണം കാണാതെ എടുക്കപ്പെടാറായി. மரணம் ருசி பாராமல் எடுக்கப்படுவார்கள். ആരും ഗ്രൗണ്ട് വിടരുത്. யார் இந்த இடத்துல இருந்து இப்ப போக கூடாது. ഒരു പക്ഷിക്ക് 2 ചിറകിരിക്കുന്നത്, ஒரு பறவைக்கு 2 செட்டைகள் உள்ளது போல் ഇന്ന് രാത്രി വചനം മാത്രം പോരാ. இன்னைக்கு வசனம் மட்டும் போதாது. അല്പസമയം ദൈവത്തെ ഒന്ന് கொஞ்ச ആരാധിക്കണം. நேரம் நாம் ஆவியில் ஆராதிக்க வேண்டும். കേരളത്തിൽ ഒരു കൂട്ടമില്ല, கேரளாவுல ஒரு கூட்டம் கூட இல்ல, ഒരിടത്തും കൺവെൻഷൻ ഇല്ല. எங்கேயும் இப்ப கன்வென்ஷனும் இல்ல. ഗിലെയാദിനോട് കരുണ ദൈവം കാണിച്ചതിനാൽ ഗിലെയാദ് സ്തോത്രം. സഭയ്ക്ക് കർത്തർ ഒരു இரக்கம் காண்பித்திருக்கிறார். എഴുന്നേൽക്കാം. எல்லாரும் எழும்பி நிற்கலாம். പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകട്ടെ. பரிசுத்த ஆவியோட வல்லமை வெளிப்படட்டும். ഇന്ന് രാത്രി രോഗക്കെട്ടുകൾ മാറട്ടെ. இன்னைக்கு வியாதியின் கட்டுகள் உடையட்டும். ഹല്ലേലൂയ. ഭാരങ്ങൾ മാറട്ടെ. பாரங்கள் மாறட்டும். പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകട്ടെ. பரிசுத்த ஆவியோட நதி இந்த இடத்துல பாய்ந்து എല്ലാ வரட்டும். കരങ്ങളും അടിച്ച് കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ഇന്ന് രാത്രി எல்லாரும் ആരാധിക്കണം. கண்களை மூடி കരങ്ങളെ തട്ടി தேவ സമുദ്രത്തിലെ ഉണ്മയായി ആരാധിക്കണം. എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ, എല്ലാ കരങ്ങളും അടിച്ച് ോളമല്ല അംഗീകാര അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ ഇറക്കണമേ. ഓ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ശക്തിയോടെ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഇസ്രായേൽ സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ഓ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി
ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മയിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു, ആകാവ് വിരച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മയിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു, ആകാവ് വിരച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറങ്ങണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറങ്ങണമേ. ഇറങ്ങണമേ, പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അഭിഷേകം, അന്ത്യകാല അഭിഷേകം, സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ ഇറങ്ങണമേ. അന്ത്യകാല അഭിഷേകം, സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ ഇറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ.